നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണ രീതികളെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചാണ് പഠിക്കുന്നത്. 1773 മുതൽ 1858 വരെയുള്ള ഇംഗ്ലീഷുകാരുടെ ഭരണത്തെ കമ്പനി റൂൾ എന്നാണ് വിളിക്കുന്നത്. 1858 മുതൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കാലഘട്ടത്തെ ക്രൗൺ റൂൾ അഥവാ ബ്രിട്ടീഷ് രാജ് എന്നാണ് വിളിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 1773 1858 ഇടയിൽ ഇന്ത്യ ഭരിച്ചിരുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കുന്ന നിശ്ചിത നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യയുടെ മേൽ അധികാരം നടത്താനുള്ള അവകാശം കമ്പനിക്ക് നിക്ഷിപ്തമായിരുന്നു. അങ്ങനെ 1773 കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കി. അതാണ് റെഗുലേറ്റിംഗ് ആക്ട്. അതിനുശേഷം ഓരോ 20 വർഷം കഴിയുമ്പോഴും ഈ അധികാരം പുതുക്കി നിശ്ചയിച്ചുകൊണ്ടിരുന്നു. 20 വർഷത്തെ ചാർട്ടറാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഓരോ 20 വർഷം കഴിയുമ്പോഴും ഉണ്ടാവുന്ന നിയമങ്ങളെ ചാർട്ടർ ആക്ടുകൾ എന്നാണ് പറയുന്നത്. അതനുസരിച്ച് 1793 1813 1833 1853 ചാർട്ടർ ആക്ടുകൾ വന്നിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ അമെൻമെന്റ് ആക്ടുകളും ഉണ്ട്. ഉദാഹരണത്തിന് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് ഒരു അമെൻമെന്റ് ആക്ട് ആണ്. ഇതിൽ 1793 ചാർട്ടർ ആക്ട് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ നിയമങ്ങളും 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് ഉൾപ്പെടെ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങളാണ്. ഇനി 1858 രാജ്ഞിയുടെ വിളംബരം അല്ലെങ്കിൽ ക്യൂൻസ് പ്രൊക്ലമേഷൻ എന്നറിയപ്പെടുന്ന സുപ്രസിദ്ധമായിട്ടുള്ള പ്രൊക്ലമേഷൻ വഴി കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച് പാർലമെന്റ് നേരിട്ട് ഭരണം ഏറ്റെടുക്കുന്നത്. രാജാവിന് വേണ്ടി ഇന്ത്യയിൽ വൈസ്രോയി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരിക്കും. ഇന്ത്യയിലെ ഭരണകാര്യങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടി ലണ്ടനിൽ 15 അംഗ കൗൺസിലോട് കൂടി സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ക്യാബിനറ്റ് അംഗവും ഉണ്ടായിരിക്കും. ഈ സെക്രട്ടറി നിശ്ചയിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് വൈസ്രോയി ആണ്. 1858 ഇന്ത്യയുടെ ഭരണം നിശ്ചയിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നു. 1861 1909 1919 1935 1947 വിവിധ നിയമങ്ങൾ ഇന്ത്യയുടെ ഭരണത്തിന് വേണ്ടി കൊണ്ടുവരികയുണ്ടായി. 1909 ആക്ടാണ് മിന്റോ മോർലി റിഫോംസ് എന്ന് അറിയപ്പെടുന്നത്. 1919 മൊണ്ടാഗു ഷെംസ്ഫോർഡ് റിഫോംസിലാണ് ആദ്യമായി ജനാധിപത്യ സംവിധാനം ഇന്ത്യയിൽ വരുന്നത്. പിൽക്കാലത്ത് ഈ ഒരു നിയമം പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷനും 3 റൗണ്ട് ടേബിൾ കോൺഫറൻസുകളും ലണ്ടനിൽ അരങ്ങേറുന്നത്. അതിന്റെ ഫലമായി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ നിയമം പാസ്സായി. ഇതാണ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സായ ഏറ്റവും വലിയ നിയമം. ഇന്ത്യൻ ഭരണഘടനയുടെ 70% ഈ ഒരു നിയമത്തിൽ നിന്നാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനമായി ഇന്ത്യക്ക് വേണ്ടി പാസ്സായ ബ്രിട്ടീഷ് പാർലമെന്റിലെ നിയമം ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. ഈ നിയമം അനുസരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ഇന്ത്യയിലെ ജനാധിപത്യ ഭരണകൂടത്തിന് അധികാരം കൈമാറി ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു.